അപ്ഡേഷൻ്റെ കുറച്ച് സീരിയസ് മാറ്ററാണത്. അതായത് ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5 day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. വിത്തിൻ 5 days ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിലത്തെ പ്രോബ്ലംസ് അറിയാൻ പറ്റും. എന്തായാലും അതിനെ ആവർത്തിക്കരുത്. ഇന്നിപ്പോൾ ഇവിടുത്തെ RTO മലപ്പുറവും തൃശ്ശൂരുമുള്ള RTOയോട് തന്നെ കണ്ടിരുന്നു. അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം ഗവർണർമാരുണ്ടെന്നാണ് വെപ്പ്. സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും. ഇപ്പോൾ ഈ ഹൈവേയിൽ സ്പീഡ് കൂട്ടാമെന്നുള്ളതിൻ്റെ പേരിൽ അവർ പലപ്പോഴും ഹൈവേ കൂടെ അങ്ങ് പോവുകയാണ്, താഴെയുള്ള റോഡിൽ കൂടെ പോകുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ഡിസിഷൻ ആവശ്യമുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടെ ഗവൺമെൻറ് കാണുന്നുണ്ട്. അത്രയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ KSRTCയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഏതാണ്ട് 2000-ലധികം ബസ്സുകൾ ഈ പിൻവലിക്കാൻ പോകുന്നത്, കാലാവധി കഴിഞ്ഞ് പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വന്നു. അതിൽ തന്നെ 1200-ലധികം ബസ്സുകൾ ഈ വരുന്ന സെപ്റ്റംബറിൽ പിൻവലിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരുന്നു. നിലവിൽ ഈ സാഹചര്യത്തിൽ അതായത് ഇനി ഇപ്പോൾ പുതിയ ബസ്സുകൾ കടമെടുക്കുക, അതായത് വാടകയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അത് സാധിക്കുമോ, അല്ലെങ്കിൽ KSRTC ഇനി അതൊരു വലിയ തരത്തിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ ഈ ഒരു സാഹചര്യത്തിൽ? ഇതെല്ലാം ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അല്പം കൂട്ടിക്കുഴയ്ക്കപ്പെട്ടതാണ് ദൗർഭാഗ്യവശാൽ. ഇതിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ബസ്സുകളല്ല. ഇപ്പോൾ ഓണം വെക്കേഷനും അതേപോലെ തന്നെ ശബരിമലയും പ്രമാണിച്ച് നമുക്ക് കുറച്ച് നല്ല ബസ്സുകൾ, നമ്മൾ ലക്ഷറി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതിന്, ആ വണ്ടികളുടെ എണ്ണത്തിൽ നമുക്ക് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ണൂരിൽ പറഞ്ഞത് ഒരല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരം ബസ്സുകളുടെ സ്റ്റോക്ക് വളരെ കുറവാണ്. അടുത്ത കാലത്തായിട്ട് കുറച്ച് ബസ്സുകൾ മാത്രമേ നമ്മൾ സ്റ്റോക്കിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കാര്യമായിട്ടുള്ള ബസ്സുകൾ ഈ സെക്ടറിൽ വാങ്ങിയിട്ടില്ല. ബാക്കി ഇപ്പോൾ സ്വിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള വണ്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് അവ്യക്തത എനിക്കും തോന്നി. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇൻഡർസ്റ്റേറ്റിൽ ഓടാൻ പറ്റുന്ന, ബുക്കിംഗ് എടുത്ത് ഓടാൻ പറ്റുന്ന വാഹനങ്ങളാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആരും വണ്ടി തരാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. അതാണ് റിയൽ പ്രോബ്ലം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, അവർക്ക് വേണ്ട പിന്നെ നമ്മൾ കോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പൈസ വേണമെങ്കിൽ ഡെയിലി ആയിട്ട് തന്നെ കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാണ്. കാരണം വലിയ ചൂഷണമാണ് നടക്കുന്നത്. വലിയ ഫ്ലെക്സിബിൾ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇവിടെ വരുന്നതിനൊക്കെ 3000-4000 അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതൊന്ന് നിയന്ത്രിക്കാന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. മറ്റ് വണ്ടികളൊന്നും ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടികളൊന്നും ഇപ്പോൾ വാടകയ്ക്ക് എടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ സ്പോൺസർഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പിൽ വണ്ടികൾ കുറേശ്ശെ ആയി തുടങ്ങിയിട്ട് ഞങ്ങളതിലേക്ക് അങ്ങോട്ട് അഗ്രസീവായിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. പിന്നെ MLA-മാരുടെ ഫണ്ടിൽ നിന്ന് വണ്ടി വാങ്ങിച്ചു തരാനായിട്ട്, അതേപോലെ തന്നെ പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ നമുക്ക് വണ്ടി വാങ്ങിച്ചു തരാനായിട്ടുള്ള ഫയലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ നമുക്കൊരു 5 വർഷം കൊണ്ട് ഒരു 1000-1500 വണ്ടികൾ ആ രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ വണ്ടി വാങ്ങിക്കാൻ താല്പര്യമില്ല മീൻസ് കാശില്ല. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലൊക്കെ വലിയ വേഗത്തിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സമയം അവരുടെ കൃഷിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സമയമായതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക.